നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ താലൂക്കിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി KC ജോസഫ്. പ്രധാന വാർത്തകൾ. ബോംബാക്രമണം നടന്ന പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സ് മന്ത്രി KC ജോസഫ് സന്ദർശിച്ചു. പയ്യന്നൂർ താലൂക്കിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി. രാജ്യത്തിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ സൈന്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതിൽ CRPF പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് കേരള ഗവർണർ P സദാശിവം. പറവൂർ ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നു. 1.5 മാസത്തിനുള്ളിൽ 2-ൽ കൂടുതൽ തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. തീരദേശ സംരക്ഷണ നിയമം. വലിയപറമ്പ് പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 3-ന് പഞ്ചായത്തിൽ തീരദേശ ഹർത്താൽ. സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് നമ്മുടെ പൊതുകുളങ്ങൾ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്കിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി KC ജോസഫ്. ഈ സർക്കാരിന്റെ കാലത്തു തന്നെ താലൂക്ക് യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി. താലൂക്ക് രൂപീകരണം സംബന്ധിച്ച് നീണ്ടുപോകുന്ന ആശങ്കകൾ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ പയ്യന്നൂർ താലൂക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിക്കും. ചില നടപടികൾ പൂർത്തിയാകാനുള്ള താമസം മാത്രമാണ് നീണ്ടുപോകാനുള്ള കാരണം. ഒരാശങ്കയും വേണ്ട, ഒരു സംശയവും വേണ്ട. ഈ താലൂക്ക് രൂപീകരണം ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാകും. ഇതിന് ഒരു സമരത്തിൻ്റെയും ആവശ്യമില്ല. ആരുടെയും സമ്മർദ്ദം കൊണ്ട് ചെയ്ത കാര്യമല്ലിത്. ഇത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ UDFൻ്റെ സമീപനമാണ് പയ്യന്നൂർ താലൂക്ക് രൂപീകരണം. അതിനുവേണ്ടി ആരും സമരത്തിന് വരേണ്ട ആവശ്യമില്ല. താലൂക്ക് രൂപീകരണത്തിന് വേണ്ടി ആരുടെയും സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല. താലൂക്ക് രൂപീകരണം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നടക്കും. അതിനൊരു ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ സൈന്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതിൽ CRPF പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന് കേരള ഗവർണർ P സദാശിവം. പെരിങ്ങോം CRPF ക്യാമ്പിലെ 141-ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Part 3, Chapter on Fundamental Rights, which is referred to as the heart of our Constitution, guarantees basic human rights to all. It pledges that the state will safeguard human rights. രാജ്യത്തിന് സൈനികർ നൽകുന്ന സേവനം ഒരിക്കലും വിസ്മരിക്കപ്പെടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ CRPF സംരക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. C. കൃഷ്ണൻ MLA, കണ്ണൂർ ജില്ലാ കളക്ടർ P. ബാലകിരൺ IAS, ഉത്തരമേഖല DIG ദിനേന്ദ്ര കശ്യപ്, ജില്ലാ പോലീസ് മേധാവി A. ഉണ്ണിരാജ IPS, KAP കമാൻഡന്റ് K. ഫിലിപ്പ്, ട്രെയിനിംഗ് സെൻറ്റർ പ്രിൻസിപ്പൽ TJ ജേക്കബ്, കമാൻഡന്റ് RS റാവത്ത്, ഏഴിമല നാവിക അക്കാദമി ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 549 കോൺസ്റ്റബിൾമാരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. അസിസ്റ്റന്റ് കമാൻഡന്റ് N. പ്രദീപ് പരേഡ് നയിച്ചു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലക്ഷ്മൽ കുമാർ വൈഭവ്, അമിത്, അരൂപ് മണ്ഡൽ, പീയൂഷ്, P. ലക്ഷ്മായി എന്നിവർക്കുള്ള പുരസ്കാരവും ഗവർണർ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ബോംബാക്രമണം നടന്ന പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സ് മന്ത്രി KC ജോസഫ് സന്ദർശിച്ചു. നവകേരള മാർച്ച് നടത്തി പുതിയ കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM-ന് താൽപര്യമില്ല എന്നതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് മന്ത്രി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫും VD സതീശൻ MLA യും അടങ്ങുന്ന സംഘം ക്വാർട്ടേഴ്സ് സന്ദർശിച്ചത്. ആക്രമണം നടന്ന താഴത്തെ നിലയിലെ CI ക്വാർട്ടേഴ്സും അക്രമത്തിൻ്റെ അവശിഷ്ടങ്ങളും മന്ത്രി നിരീക്ഷിച്ചു. തുടർന്ന് മുകളിലത്തെ നിലയിലെ SI വിപിൻകുമാറിൻ്റെ ക്വാർട്ടേഴ്സും മന്ത്രി സന്ദർശിച്ചു. SIയുടെ കുടുംബത്തോടും മന്ത്രി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു.
നിയമം കയ്യിലെടുക്കാനുള്ള CPMന്റെ ഇത്തരം ശ്രമങ്ങളെ അനുവദിക്കില്ലെന്നും പോലീസുകാരെ ഭീഷണിപ്പെടുത്തി അവരെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള നീക്കം നിയമപരമായി തന്നെ നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പുതിയ സമീപനമാണ് ഇവിടെ സ്വീകരിച്ചു കാണുന്നത്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നിലയ്ക്ക് നിർത്താനുള്ള ഒരു ശ്രമങ്ങളും ഗവൺമെൻറ് അനുവദിക്കുകയില്ല. ഈ സംഭവത്തിൻ്റെ ഗൗരവം ഞങ്ങൾ വളരെയേറെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പയ്യന്നൂരിലെ നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ ചില റൗഡികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് ഈ അക്രമത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് അനുവദിക്കാൻ പോകുന്നില്ല. ഞാൻ രാവിലെ ആഭ്യന്തരമന്ത്രിയോട് സംസാരിച്ചിരുന്നു. കുറ്റവാളികളെ നിശ്ചയമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും അനുവദിക്കാൻ പോകുന്നില്ല. VM സുധീരൻ കേരള രക്ഷാ മാർച്ച് നടത്തിയപ്പോൾ കോൺഗ്രസുകാർ വെള്ളഷാൾ പുതപ്പിച്ചാണ് സ്വീകരിച്ചത്. എന്നാൽ പിണറായി വിജയന്റെ നവകേരള മാർച്ചിനെ ബോംബെറിഞ്ഞാണ് പാർട്ടി സഖാക്കൾ സ്വീകരിക്കുന്നതെന്ന് VD സതീശൻ MLA പറഞ്ഞു. പിണറായി വിജയന്റെ നവകേരള യാത്ര ഇവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് ദൗർഭാഗ്യകരമാണ്. CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചമഞ്ഞ് നവകേരള യാത്ര നടത്തുന്ന ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരടയാളം കൂടിയായി കേരളത്തിലെ ജനങ്ങൾ ഇതിനെ കാണും. ഈ പറയുന്ന നിയമവാഴ്ച കയ്യിലെടുക്കാനുള്ള ഏത് ശ്രമങ്ങളെയും ശക്തിയായി ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഒരു വശത്ത് വർഗീയ ഫാസിസത്തെ എതിർക്കുമ്പോൾ അതേ നാണയത്തിൻ്റെ മറുവശം തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ ഫാസിസം. രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. ഇതിനെ രണ്ടിനെയും ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. ഇത് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിൽ ഇവരുടെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ജനങ്ങൾ വിധിയെഴുത്തിന് പോകാൻ പോവുകയാണ്. ശക്തമായ തിരിച്ചടി ഇവർക്ക് നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഐക്യരാഷ്ട്രസഭ 2016 അന്താരാഷ്ട്ര പയറുവർഗ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുസ്ഥിര ഭാവിക്ക് പോഷകമൂല്യമുള്ള വിത്ത് എന്നതാണ് മുദ്രാവാക്യം. പയർവർഗ്ഗങ്ങളുടെ പോഷകമൂല്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധമുണ്ടാക്കുകയാണ് മുഖ്യ ലക്ഷ്യം. അന്താരാഷ്ട്ര പയർവർഗ ദിനമൊക്കെ ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് പയർവർഗ്ഗങ്ങളുടെ പ്രസക്തി എന്ന് കേരളീയൻ തിരിച്ചറിയേണ്ടതുണ്ട്. ഉഴുന്ന് പുഴുക്കും പയറുപുഴുക്കും മുതിരപ്പുഴുക്കും തുവരപ്പുഴുക്കും ഒക്കെ തന്നെ കഞ്ഞിയോടൊപ്പം ആഹാരശീലമായ കേരളീയന് ഇന്ന് ഇവയൊക്കെ തന്നെ വില കൊടുത്താലും കിട്ടാതത്ര ഈ വിത്തുകളൊക്കെ തന്നെ അന്യം നിന്നു പോയിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ വിളഭൂമികളൊക്കെ തന്നെ നികത്തപ്പെടുകയും ഇത്തരം പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ തരിശായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതികൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോഷകാംശമുള്ള ഭക്ഷണം വർത്തമാന സാഹചര്യത്തിൽ കുറഞ്ഞു വരികയാണ്. ഇത് തിരിച്ചുപിടിക്കാൻ പയർവർഗ്ഗങ്ങൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനാലാണ് ഐക്യരാഷ്ട്രസഭയുടെ 68ാമത് പൊതുസഭ 2016 ലോക പയർവർഗ്ഗ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ 16,373 പയറിനങ്ങൾ കൃഷി ചെയ്ത് ഉപയോഗിച്ചിരുന്നു. ഇതിൽ തുവര, മുതിര, ഉഴുന്ന്, പയർ, വൻപയർ, മണിക്കടല, വെള്ളത്തുവര എന്നീ ഇനങ്ങൾ മാത്രമാണ് നമുക്ക് പരിചയമായിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ പയർവർഗ്ഗ കൃഷി ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഇന്ത്യയാണ്. പരിപ്പില്ലാതെ ഉത്തരേന്ത്യൻ ഭക്ഷണവും പുഴുക്കില്ലാതെ കേരളീയ ഭക്ഷണവും ആലോചിക്കാൻ വയ്യ തന്നെ. ഉഴുന്നില്ലാതെ ദോശയും ഇഡലിയുമില്ല. ഗോതമ്പിനേക്കാൾ 2 ഇരട്ടിയും അരിയേക്കാൾ 3 ഇരട്ടിയും പ്രോട്ടീൻ പയർവർഗ്ഗത്തിലുണ്ട്. ശരീരപോഷണത്തിന് ആവശ്യമായ അന്നജം, മാംസ്യം, വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ പയർവർഗ്ഗത്തിലുണ്ട്. ഒരു മണി പയറിൻ്റെ 25% മാംസ്യമാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും മഴ കുറയുകയും അത്യുഷ്ണം കൂടുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ വെള്ളം വളരെ കൂടുതൽ ആവശ്യമായ ഗോതമ്പിൻ്റെയും അരിയുടെയും ഉത്പാദനം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് വെള്ളം ഏറ്റവും കുറവായ വരണ്ട മണ്ണിൽ പോലും വിളയുന്ന വൈവിധ്യമാർന്ന പയർവർഗ്ഗങ്ങളുടെ പ്രസക്തി. 2015ഓടെ
പയർവർഗ്ഗങ്ങളുടെ വില കുത്തനെ ഉയർന്നു. ഉഴുന്നിനും പയറിനും പരിപ്പിനുമൊക്കെ കിലോയ്ക്ക് 200 രൂപ വരെ എത്തി. ചിക്കനും ബീഫുമൊക്കെ ഒഴിച്ചുകൂടാനാവാതെ വന്നതോടെ ലോകത്തെമ്പാടും പയർവർഗ്ഗ കൃഷി കുറയുവാനിടയായി. ഈ പരിതസ്ഥിതിയിൽ നമ്മുടെ വിത്തുകളും കാർഷിക അറിവുകളും സാമർഥ്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത്തരം അന്താരാഷ്ട്ര വർഷങ്ങൾ ഉപയോഗപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളത്തിന്റെ നാടൻ കലകൾ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ ഫോക്ലോർ അക്കാദമിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമെന്ന് മന്ത്രി KC ജോസഫ്. ഫോക്ലോർ അക്കാദമിയിൽ നടന്ന ബസ്തർ ശില്പശാലയിൽ പങ്കെടുത്ത കലാകാരന്മാരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരുടെ ശില്പങ്ങൾ നമുക്കൊരു പുതിയ അനുഭവമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ ശില്പികളെ ഇവിടെ എത്തിക്കാനും കേരളത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ശില്പകലാ ക്യാമ്പുകൾ നടക്കാനും അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം ബന്ധപ്പെടുന്ന രീതിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുമായുള്ള ബസ്തർ ശില്പികളുടെ ശില്പങ്ങൾ നമുക്ക് പുതിയ അറിവ് നൽകുന്നു. ഇന്ത്യയിലെ വ്യത്യസ്ത ശില്പികളെ കേരളത്തിൽ എത്തിക്കാനും അവരുടെ ശില്പകലാ വൈഭവങ്ങൾ പങ്കുവെക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുമെന്നും മന്ത്രി KC ജോസഫ് പറഞ്ഞു. ശില്പശാലയിൽ പങ്കെടുത്ത ശില്പികളെ മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. KM ഷാജി MLA അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, സെക്രട്ടറി M പ്രദീപ് കുമാർ, സുരേഷ് കൂത്തുപറമ്പ്, MP മുരളി, രവീന്ദ്രവർമ്മ രാജ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സൈറ്റിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി വൈസ് പ്രസിഡന്റ് PP ദിവ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തി. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് വൈസ് പ്രസിഡന്റ് PP ദിവ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയത്. നേവൽ അക്കാദമിയുടെ ബോട്ട് വെക്കാനായി പ്രദേശത്ത് സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേവൽ അധികൃതർ ജില്ലാ പഞ്ചായത്തിന് അപേക്ഷ നൽകിയിരുന്നു. ഇവക്കായി സൗകര്യമൊരുക്കാൻ കൂടിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പരിശോധിച്ച് ആധുനിക സംവിധാനത്തോടെ നടപ്പിലാക്കാനും തീരുമാനമുണ്ട്. ജില്ലാ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ നിരത്തി. യൂസേഴ്സ് ഫീ ഈടാക്കിയാലോ എന്നുള്ളതാണ് ബോട്ട് വെക്കുന്നവർ. അതുപോലെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഒരുക്കി അവിടെ അതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് നമ്മൾ. കുടിവെള്ള സൗകര്യം, വിപണന കേന്ദ്രം, ഐസ് പ്ലാന്റ്, പ്രത്യേക റോഡ്, ലൈറ്റ് സംവിധാനം എന്നിവ ഏർപ്പെടുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കടലിൽ നിന്നും അഴിമുഖം വഴി പാലക്കോട്ടേക്ക് എത്തിച്ചേരാനുള്ള തടസ്സവും പരിഹരിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, അംഗങ്ങളായ VR സുശീല, സരസ്വതി എന്നിവരും, രാമന്തളി പഞ്ചായത്ത് അംഗം K ബിന്ദു, തീരദേശ ജാഗ്രതാ സമിതി പ്രസിഡന്റ് M അബ്ദുൽ ഖാദർ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് B യൂസഫ്, മുൻ പഞ്ചായത്ത് അംഗം KC അബ്ദുൽ ഖാദർ എന്നിവർ ഒപ്പമുണ്ടായി എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ബോധ്യമായിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ളൊരു തീരുമാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എടുക്കും. അതോടൊപ്പം നേവിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിവേദനം തന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മണൽത്തിട്ട് ഒരു വലിയ പ്രശ്നമാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടത്തും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പറവൂർ ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നു. 1.5 മാസത്തിനുള്ളിൽ 2-ൽ കൂടുതൽ തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. പ്രശ്നത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. പറവൂർ ജംഗ്ഷനിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടൽ തുടർക്കഥയാവുകയാണ്. 2 മാസത്തിനിടെ 2-ൽ കൂടുതൽ തവണയിലാണ് പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത്. ഓടുവണ്ടിയിൽ നിന്ന് വെള്ളം കാരക്കുണ്ട് ടാങ്കിൽ ശേഖരിച്ച് അവിടെ നിന്നാണ് കുടുംബങ്ങളിലേക്ക് എത്തുന്നത്. ഇത്തവണ പൈപ്പ് പൊട്ടിയിട്ട് 2 ദിവസത്തോളമായി. അധികൃതരെ വിവരമറിയിച്ചിട്ട് നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത് ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥയാണ്. എന്നുവെച്ചാൽ ഇതിന് മുമ്പിൽ ഒരു 2 മാസം മുന്നിൽ ഇതേപോലെ ഒഴുകിയിട്ട് ഏകദേശം 1 മാസത്തോളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തിട്ടും അവർ വന്ന് നോക്കില്ല. ലാസ്റ്റിൽ അവർ വന്ന് ശരിയാക്കിയിട്ട് ഇപ്പം ഏകദേശം ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പം 2-3 ദിവസമായി ഇപ്പം ഇതേപോലെ ഒഴുകുന്നു.
ഇത് റോഡെല്ലാം ഇങ്ങനെ പൊട്ടി ഒലിച്ച് പോവുകയും ചെയ്യുന്നു. മണ്ണ് കലക്കും വെള്ളമായിട്ടാണ് വരുന്നത്. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ റോഡെല്ലാം ഇടിഞ്ഞ് പുഴയിലേക്ക് റോഡ് നാശമായി പോകും. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഇത് വന്ന് ശരിയാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നമുക്കുള്ളത്. ഒരു മാസം മുൻപാണ് പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം ഇവിടെ വെള്ളം പാഴായത്. നിരവധി തവണ അധികൃതരെ സമീപിച്ച ശേഷമായിരുന്നു നടപടിയുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. ശേഷം ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും വീണ്ടും പ്രശ്നം ആവർത്തിച്ചത് നാട്ടുകാരെ ക്ഷുഭിതരാക്കിയിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വതപരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്ക് ജനുവരി 20-ന് പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്ര ജനുവരി 20-ന് വൈകുന്നേരം പയ്യന്നൂരിൽ എത്തിച്ചേരും. യാത്രയുടെ വിജയത്തിനായി 201 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവർക്കും അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, തുല്യനീതി എന്നീ മുദ്രാവാക്യമുയർത്തിക്കൊണ്ടുള്ള വിമോചനയാത്രയുടെ ഉദ്ഘാടനം 20-ന് രാവിലെ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡു നിർവഹിക്കും. യാത്രയുടെ ആദ്യ ദിവസത്തെ സമാപനം പയ്യന്നൂരിലാണ്. വൈകിട്ട് 4 മണിക്ക് ഗാന്ധി പാർക്കിൽ സ്വീകരണ പരിപാടി ആരംഭിക്കും. ജില്ലാ അതിർത്തിയായ ഒളവറപ്പാലത്തിൽ നിന്നും ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ചേർന്ന് ഇരുചക്രവാഹനങ്ങളുടെയും 500ഓളം വാഹനങ്ങളുടെയും അകമ്പടിയോടെ BKM ജംഗ്ഷനിൽ എത്തുകയും അവിടെ നിന്ന് പ്രവർത്തകർ വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചാനയിച്ച് സ്വീകരണ സ്ഥലമായ ഗാന്ധി പാർക്കിൽ എത്തിച്ചേരുകയും ചെയ്യും. സ്വീകരണ പരിപാടിയിൽ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും പയ്യന്നൂർ പൗരാവലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗംഗൻ തായിനേരി, P. ഗോവിന്ദൻ, കരിപ്പത്ത് നാരായണൻ, CK രമേശൻ, M. രവീന്ദ്രൻ, AK രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പറവൂർ മണികണ്ഠപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി ആദര സമ്മേളനം സംഘടിപ്പിച്ചു. ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളാണ്. കേരളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും നിലകൊള്ളുന്നത് ഇത്തരം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്നതും ക്ഷേത്രങ്ങളാണെന്നും ക്ഷേത്രങ്ങളുടെ മാത്രം സ്വത്തായിരുന്ന കലകളാണ് പിന്നീട് കേരളത്തിന്റെ യശസ് മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഉയർത്തിയതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇതെല്ലാം വളരുന്നത് ക്ഷേത്ര മുറ്റത്താണ്. ഇതിന്റെ അടിസ്ഥാനം ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമാണ്. പിന്നീട് ഇതെല്ലാം കേരളത്തിന്റെ പൊതുവായ സമ്പത്തായി മാറി. ലോകത്തിന് മുമ്പിൽ തന്നെ കേരളത്തിന്റെ ഒരു സിമ്പിളായി കാണുന്നത് കഥകളി രൂപങ്ങളാണ്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം ഇതെല്ലാം ലോകം അംഗീകരിച്ച വലിയ പ്രശസ്തമായ കേരളീയ കലകളാണ്. ക്ഷേത്ര ജ്യോതിഷൻ പാണപ്പുഴ നാരായണന് പട്ടും വളയും, ക്ഷേത്ര ജ്യോതിഷ പ്രതിഭാ പട്ടവും നൽകി ആദരിക്കലും, ക്ഷേത്രശില്പി വെങ്കന പവിത്രന് പട്ടും വളയും, രാജശില്പി പട്ടവും നൽകി ആദരിക്കലും മന്ത്രി KC ജോസഫ് നിർവഹിച്ചു. സുനിൽ പ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. MP ഉണ്ണികൃഷ്ണൻ, N നാരായണൻ, M കണ്ണൻ, TD ബിജു, മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം നേതൃത്വ പഠന ക്ലാസ് ക്ഷീര ടവറിൽ നടന്നു. VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതവിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ട് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, ധാരാളം സ്വാതന്ത്ര്യങ്ങൾ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റൈറ്റ് ടു ലിവ്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊന്നും ഇല്ലാത്ത പല രാജ്യങ്ങളും ലോകത്തുണ്ട്. ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ഭരണകൂടത്തിനെതിരായി ശബ്ദമുയർത്തിയാൽ ജയിലുകളിലേക്ക് പോകേണ്ട രാജ്യങ്ങളുണ്ട്. ചിലപ്പോൾ ആളുകളെ കാണാതാകും, ചിലപ്പോൾ ആളുകളെ നാടുകടത്തപ്പെടും. ക്ഷീര ടവറിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷനായി. MK രാജൻ, AP നാരായണൻ, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തീരദേശ സംരക്ഷണ നിയമം വലിയപറമ്പ് പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 3-ന് പഞ്ചായത്തിൽ തീരദേശ ഹർത്താൽ വിജയിപ്പിക്കുന്നതിനായുള്ള സംയുക്ത കൺവെൻഷൻ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് MDP അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ പഞ്ചായത്തിൽ ഫെബ്രുവരി 3-ന് തീരദേശ ഹർത്താൽ ആചരിക്കും.
കായലിനും കടലിനുമിടയിൽ 24 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിൽ കേന്ദ്ര സർക്കാർ തീരദേശ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നത് മൂലം ഏറെ പ്രയാസമനുഭവിക്കുകയാണ്. വലിയ പറമ്പ പഞ്ചായത്തിൽ CRZ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 3 നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംയുക്ത കൺവെൻഷൻ പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MTP അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. അതേസമയം അതിന് വിരുദ്ധമായിട്ട് ഒരാൾക്ക് കൊടുക്കുകയും വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുകയും ഉള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അത് നിർബന്ധമായി അങ്ങനെ ഒരാൾ കൊടുത്ത് ഒരാൾ കൊടുത്തില്ല എന്നൊരു രണ്ടുപേർക്ക് രണ്ട് രീതി എന്നൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ. വൈസ് പ്രസിഡന്റ് MV സരോജിനി, MC സുഹറ, K മാധവൻ, KK മുഹമ്മദ് കുഞ്ഞി, PP ശാരദ, CK സുമതി, TKP അബ്ദുൾ റൌഫ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ കുടുംബശ്രീ, CDS, ADS, യുവജന സംഘടനാ ഭാരവാഹികൾ, വ്യാപാരികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, ഓട്ടോ തൊഴിലാളികൾ, മഹിളാ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കൺവെൻഷനിൽ പഞ്ചായത്തിലെ വാർത്തകൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രഭാകരൻ തരങ്കിണിക്ക് ഫോക്ലോർ അവാർഡ് ലഭിച്ചതിലുള്ള അഭിനന്ദനം അറിയിച്ച് പ്രസിഡന്റ് സംസാരിച്ചു. ഈ എല്ലാ പരിപാടികൾക്കും നാമുമായി സഹകരിക്കുകയും നമ്മുടെ ഇതെല്ലാം ഒരു വാർത്തകളായി പുറം ലോകത്ത് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രഭാകരന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. കോൽക്കളി ചരടുകുത്തി കോൽക്കളിയിൽ മികവ് തെളിയിച്ചതിൽ കേരള ഫോക്ലോർ അവാർഡ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ ഈ യോഗം ഹാർദമായി അഭിനന്ദിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പൊതുകുളങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കാർഷിക വൃത്തിക്കും മറ്റും ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന ഈ കുളങ്ങൾ ഇന്ന് അനാഥാവസ്ഥയിലാണ്. പൊതുകുളങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതായിട്ട് നാളുകളേറെയായി. പലതും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അധികൃതരും ഇവിടേക്ക് ശ്രദ്ധ പതിപ്പിക്കാറില്ല. ഒരു കാലത്ത് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും മറ്റും ഉപയോഗിച്ചിരുന്നതാണ് കുളങ്ങൾ. ഇന്ന് ഇത്തരം ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താതെയായി. നാടിന്റെ നാനാഭാഗങ്ങളിലുമായി നിരവധി കുളങ്ങളുണ്ട്. മഴക്കാലത്ത് നീന്തൽ പഠിക്കാൻ മാത്രമാണ് പലരും ഇന്ന് കുളങ്ങൾ ഉപയോഗിക്കുന്നത്. കാർഷിക മേഖലയിലെ തളർച്ച മാറ്റി ഉണർവേക്കാൻ ഇത്തരം കുളങ്ങൾ സഹായകമാകുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും ആരും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ കുളങ്ങൾ നവീകരിച്ച് അതിനെ നാടിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിസര പ്രദേശവും അതേപോലെ തന്നെ ഈ നെൽവയൽ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിന് ജലസേചന ആവശ്യത്തിന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വേങ്ങയിൽക്കോട്ട് കുളം എന്നുള്ള പേരിലുള്ള ഈ കുളം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF പരിയാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുത്ത 7 മെമ്പർമാർ ഉപവാസം നടത്തി. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF പരിയാരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 7 മെമ്പർമാർ ഉപവാസം സംഘടിപ്പിച്ചു. KPCC അംഗം O നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് ഈ കാണുന്നതൊക്കെ തന്നെ. അഡ്കോയിൽ നിന്ന് വായ്പ എടുത്തുണ്ടാക്കിയ കെട്ടിടങ്ങൾ. ആ അഡ്കോയുടെ വായ്പ 19 കോടി രൂപ വായ്പ എടുത്തതാണ്. ഇന്ന് ഒരു പൈസ പോലും ഭരണസമിതികൾ തിരിച്ചടച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത ഇവർക്കെല്ലാം ഉണ്ട്. ഒരു തിരിച്ചടവും നടന്നില്ല. അതുകൊണ്ടാണ് ഹഡ്കോയിൽ നിന്ന് 50 കോടി എടുത്ത വായ്പ ഇന്ന് 800 കോടിയായി നിൽക്കുന്നത്. ഡോക്ടർ B സുരേന്ദ്രനാഥ്, ET രാജീവൻ, PV ഗോപാലൻ, N കുഞ്ഞിക്കണ്ണൻ, K മുഹമ്മദ് കുഞ്ഞി, VV രാജൻ എന്നിവർ സംസാരിച്ചു. PV അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷനായി. V ജാനകി സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാറുന്ന മലയാളം ദ്വിദിന ദേശീയ സെമിനാറിന് മാടായി കോളേജിൽ തുടക്കമായി. സാഹിത്യകാരൻ TP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിങ്ങനെ കഴിഞ്ഞ കേരളപ്പിറവി തൊട്ടിട്ട് 56 തൊട്ട് നമ്മൾ ഈ ഭാഷ എങ്ങനെ നശിപ്പിക്കാമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോഗ്യതക്കപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു ഭൂതകാലം ആരാധന മാത്രമായി മാറിക്കഴിഞ്ഞാൽ അതൊരു തരത്തിലും നമുക്ക് അതിന്റെ പേരിൽ നൽകാൻ കഴിയും. അത് മൗലികവാദമായി. മതമൗലികവാദം പോലെ തന്നെ ഭാഷാ മൗലികവാദവും അങ്ങേയറ്റം അപകടകരമാണ്. മതമൗലികവാദം പോലെ ഭാഷാമൗലികവാദവും അങ്ങേയറ്റം അപകടകരമാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായതു മുതൽ നാം മലയാളത്തെ നശിപ്പിക്കുകയാണ്.
മലയാള ഭാഷ കേവലം ഒരു സാമൂഹ്യ ഭാഷ മാത്രമാക്കി നാം മാറ്റിയിരിക്കുകയാണെന്ന എഴുത്തുകാരനും ചിന്തകനുമായ ടി പി രാജീവൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പുരാവസ്തു വകുപ്പ്, പുരാരേഖ വകുപ്പ്, മാടായി CAS കോളേജ് മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മാറുന്ന മലയാളം ചരിത്രം, അഭിരുചി, സംസ്കാരം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുസാഫർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി സുജാത, ജി പ്രേംകുമാർ, ES ലത, MV ജോണി, സ്വപ്ന ആന്റണി എന്നിവർ സംസാരിച്ചു. സെമിനാർ ചൊവ്വാഴ്ച വൈകുന്നേരം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയുടെ വിളംബരവുമായി മുസ്ലിം ലീഗ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ ജാഥ സമാപിച്ചു. 2 ദിനങ്ങളിലായാണ് സന്ദേശജാഥ സംഘടിപ്പിച്ചത്. പുളിങ്ങോത്ത് ടൗണിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേര ജാഥ ലീഡർ SA ഷുക്കൂർ ഹാജിക്ക് പതാക കൈമാറി. സൗഹൃദം, സമത്വം, സമന്വയം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ജാഥ ചരിത്ര സംഭവമായിരിക്കുമെന്നും മതേതരത്വം ഉയർത്തിപ്പിടിച്ചും ഇന്ത്യയെ ഇന്ത്യയായി കാത്തു സൂക്ഷിക്കുന്നതിനുമാണ് ഈ ജാഥയെന്നും അല്ലാതെ വെള്ളാപ്പള്ളിയെപ്പോലെ വർഗീയത പ്രചരിപ്പിക്കാനല്ല ഈ ജാഥയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അനന്തപുരിയിലേക്കുള്ള യാത്രയുടെ ഘട്ടത്തിലാണ്. പക്ഷെ ആ യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുസ്ലിം ലീഗിന്റെ യാത്രക്ക് വേറിട്ട ഒരു മാന്യതയുണ്ട്, മാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിനും അപ്പുറത്ത് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെന്നും ഇന്ത്യ ഇന്ത്യയായി നിലനിന്ന് കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം വർത്തമാനകാല സാഹചര്യങ്ങളുടെ മുമ്പാകെ ജനങ്ങളുടെ മനസാക്ഷി ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രമേയമാണ് ഈ യാത്രയിലുടനീളം മുഴക്കുന്നത് എന്നതാണ്. ജാഥ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷം കാർമേലിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ ലീഗ് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. അക്ബർ കോലുവള്ളി അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോ മുസ്തഫ, ഇബ്രാഹിം കുട്ടി, ഇബ്രാഹിം പുളിങ്ങോം, PK അബ്ദുൽ ഖാദർ മൗലവി, PS ഉസ്മാൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇനി ക്ഷേത്രയാത്ര. കാങ്കോൽ ആലപ്പടുമ്പ പഞ്ചായത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് കാങ്കോൽ ശിവക്ഷേത്രം. കപില മഹർഷിയുടെ യാഗഭൂമിയായിരുന്നു ഈ പ്രദേശമെന്നാണ് വിശ്വാസം. കാങ്കോൽ എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് കാങ്കോൽ ശിവക്ഷേത്രം. കപില മഹർഷി യാഗത്തിന് തിരഞ്ഞെടുത്ത കോവിൽ കപിലൻ കോവിലാണ് പിൽക്കാലത്ത് കാങ്കോലായി അറിയപ്പെട്ടത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന യാഗഭൂമിയിലെ മണ്ണിന് ഹൈന്ദവ വിശ്വാസികൾ പവിത്രത കൽപ്പിച്ചു വരുന്നു. ഇവിടുത്തെ ഒരു പിടി മണ്ണെങ്കിലും ഗ്രഹങ്ങളിൽ സൂക്ഷിക്കുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് ഐതിഹ്യം. ഒരു കാലത്ത് ശിവക്ഷേത്രത്തിലെ ആചാരവുമായി മുസ്ലിം കുടുംബങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും പൂജാതി കർമ്മങ്ങൾക്ക് പഞ്ചസാര മുതലുള്ള നൈവേദ്യ സാധനങ്ങൾ ഇവർക്ക് നൽകിയിരുന്നുവെന്നും ക്ഷേത്രത്തിൽ നിന്ന് നൈവേദ്യങ്ങളും മറ്റവകാശങ്ങളും മുസ്ലിം കുടുംബങ്ങൾക്ക് നൽകി വന്നതായും ഐതിഹ്യമുണ്ട്. ശിവരാത്രി, നവരാത്രി, പ്രതിഷ്ഠാദിനം തുടങ്ങിയവയാണ് പ്രധാന ഉത്സവങ്ങൾ. വാടിക്കൽക്കടവ് വ്യാസ സാംസ്കാരിക വേദി കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന തീരദേശ നാടൻ കലാമേളയുടെ സംഘാടക സമിതി യോഗം വ്യാസ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവിസ്മരണീയമായ ജനക്കൂട്ടമാണ്, അങ്ങനെയുണ്ട്.
പിന്നെ ഞങ്ങൾ ദുബായിൽ പോയിട്ട് അവിടെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ മിക്കവാറും ഇവിടെ പിന്നെ അബുദാബിയിൽ വെച്ചാണ് അവതരിപ്പിച്ചത്. അബുദാബിയിൽ ഏതാണ്ട് 4,000 ജനങ്ങൾ പങ്കെടുക്കുന്നു. അന്യം നിന്നു പോകുന്ന നാടൻ കലകളെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരി 21-നാണ് തീരദേശ നാടൻ കലാമേള അരങ്ങേറുക. വിവിധ നാടൻ കലാരൂപങ്ങൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സംഘാടക സമിതി യോഗത്തിൽ പി.കെ. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എം. പ്രദീപ് കുമാർ, എം.ടി. എന്നൂർ, പപ്പൻ ചെറുതാഴം, സുധീർ വെങ്ങര, എം. പവിത്രൻ, റഷീദ ഒടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപനം ജനുവരി 20-ന് വൈകുന്നേരം തൃക്കരിപ്പൂരിൽ നടക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചനയാത്രയ്ക്ക് ജനുവരി 20-ന് രാവിലെ 10:30-ന് ഉപ്പളയിൽ തുടക്കമാകും. കേന്ദ്ര പാർലമെന്ററി മന്ത്രി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം ചെയ്യും. BJPയുടെ പ്രമുഖ നേതാക്കൾക്കൊപ്പം പ്രസിദ്ധ സിനിമാ താരം സുരേഷ് ഗോപിയും ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പടന്നക്കാട് കാർഷിക കോളേജ് പരിസരത്ത് വെച്ച് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തൃക്കരിപ്പൂർ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. തൃക്കരിപ്പൂർ SBI ബാങ്ക് പരിസരത്ത് നിന്നും കാസർഗോഡ് ജില്ലാ സമാപന വേദിയായ തൃക്കരിപ്പൂർ ടൗണിലേക്ക് ജാഥയെ ആനയിക്കും. സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ കുമ്മനം രാജശേഖരൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ M.T. രമേശ്, ശോഭാ സുരേന്ദ്രൻ, K. സുരേന്ദ്രൻ എന്നിവർ സംസാരിക്കും. BJP മണ്ഡലം പ്രസിഡന്റ് T. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി T. കുഞ്ഞിരാമൻ, T. രാധാകൃഷ്ണൻ, AP. ഹരീഷ് കുമാർ, AK. ചന്ദ്രൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ, മനോഹരൻ കൂവാരത്ത്, U. രാജൻ, E. രാമചന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ സ്ഥാപകനായ ദാദാ ലേഖരാജിന്റെ 48-ാം സ്മൃതി ദിവസം ആചരിച്ചു. ബ്രഹ്മകുമാരീസ് ശാന്ത, അനസൂയ എന്നിവർ നേതൃത്വം നൽകി. എന്താണ്? കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാര, ഈർഷ, ദ്വേഷ, അസൂയ, വാശി, ഭയമാകുന്ന മുള്ള എല്ലാവർക്കും കുത്തുന്നുണ്ട്. ഈ മുള്ളിന്റെ സ്വഭാവങ്ങളെ മാറ്റി ദൈവീ ഗുണങ്ങളാകുന്ന സ്വഭാവം നടക്കാനുള്ള ജ്ഞാനം ആര് മറ്റുള്ളവർക്ക് കൊടുക്കുമോ അവർ വളരെ സുഗന്ധം നിറഞ്ഞ പുഷ്പങ്ങളെ പോലെയാണ്. ഒരു സാധാരണ കൃപലാനി കുടുംബത്തിൽ ജനിച്ച ദാദാ ലേഖരാജ് നിമിത്തവും നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ ജീവിതത്തിലൂടെ സ്വന്തം സമ്പത്ത് മുഴുവൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിനായി വിനിയോഗിച്ചു. 1936-ൽ ആരംഭിച്ച വിദ്യാലയം ഇന്ന് 140 രാജ്യങ്ങളിലായി 10,000-ലധികം ശാഖോപശാഖകളുള്ള ഒരു ബൃഹത്തായ സ്ഥാപനമായി വളർന്നു. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം, വിശ്വശാന്തി, ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇപ്പോൾ വിദ്യാലയം. ദാദാ ലേഖരാജിന്റെ ആത്മീയ പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1993-ൽ UN-ൽ നിന്ന് പീസ് മെസഞ്ചർ അവാർഡ് വിദ്യാലയത്തിന് ലഭിച്ചു. ജനുവരി 18-ന് ലോകശാന്തി ദിവസമായി ലോകം മുഴുവൻ കൊണ്ടാടുന്നു. കോൺഗ്രസ് നേതാവ് കക്കറ പത്മനാഭന്റെ 27-ാം ചരമദിനം ആചരിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം VN എരിപുരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് കക്കറ പത്മനാഭന്റെ 27-ാം ചരമദിനം വിവിധമായ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം KPCC എക്സിക്യൂട്ടീവ് അംഗം VN എരിപുരം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണ്. അവിടെയാണ് പത്മനാഭനെ പോലെയുള്ള സഹപ്രവർത്തകന്മാർ ഈ കൊച്ചു കേരളത്തിൻ്റെ ഓണം കേറാമൂലകളിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും മേഖലയിൽ ഈ കിട്ടിയ സ്വാതന്ത്ര്യമൊക്കെ പൂർണ്ണമായി ജനങ്ങളുടെ കയ്യിലേക്ക് നൽകാതെ അത് തങ്ങളുടെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ മേഖലയിൽ അസ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാക്കി മാറ്റിയെടുക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് പ്രയാസമുണ്ടാക്കിയിരുന്നു കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് എന്ന യാഥാർത്ഥ്യം നമുക്ക്. KK നാരായണൻ അധ്യക്ഷനായി. അജേഷ് PV, NV മധുസൂദനൻ, KP പ്രദീപ് കുമാർ, ഉമ്മർ M, കക്കറ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മഴയായാൽ ചെളി, മഴ മാറിയാൽ പൊടി. കേരളത്തിലെ ഗ്രാമീണ റോഡുകളുടെ ദുരവസ്ഥയാണിത്. ടാറിംഗ് നടത്താത്ത റോഡുകളുടെ കാര്യമാണ് അതീവ കഷ്ടം. ഗ്രാമീണ മേഖലയിലെ പല റോഡുകളുടെയും സ്ഥിതി അതീവ ദയനീയമാണ്. ടാറിംഗ് നടത്താത്ത റോഡുകളുടെ കാര്യമാണ് അതീവ കഷ്ടം. വേനൽ കനക്കാൻ തുടങ്ങിയതോടെ ഇവിടങ്ങളിൽ പൊടിശല്യം അതിരൂക്ഷമാണ്. ഒരു വാഹനം കടന്നുപോയാൽ പൊടിയിൽ കുളിച്ചതു തന്നെ. ദൂരയാത്രയ്ക്കെങ്ങാനും ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ വസ്ത്രങ്ങളിലാകെ പൊടിപാറി അന്നത്തെ കാര്യം കഷ്ടത്തിലായി എന്നു തന്നെ പറയാം. റോഡരികിൽ താമസിക്കുന്നവരുടെ കാര്യവും അതീവ ദയനീയമാണ്. പൊടിശല്യം കാരണം വീട്ടിലെ കുട്ടികൾക്ക് ആസ്മയും അലർജിയും പോലെയുള്ള അസുഖങ്ങൾ വന്നുചേരുന്നു. ഒരു വാഹനം കടന്നുപോയാൽ പരിസരത്താകെ പൊടി വ്യാപിക്കും. വീടിനു മുൻപിലുള്ള റോഡിൽ വെള്ളം തളിച്ചാലും പൊടിശല്യം ശമിക്കുന്നില്ല.
മഴക്കാലത്ത് ചെളിയും വേനൽക്കാലത്ത് പൊടിയും കൊണ്ട് ഗ്രാമവാസികൾ പൊറുതിമുട്ടുകയാണ്. പൊടിശല്യം കൊണ്ട് ഇവിടെ റോഡിൽ എവിടെയും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് രാത്രിയായാലും ഒരു പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. തുമ്മലും അലർജിയും മറ്റ് പൊടിയെ കൊണ്ടുള്ള ചുമ, അതുപോലെ പല രോഗങ്ങളും ഈ പൊടി വാർന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത, റോഡ് സൈഡിൽ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. റോഡെല്ലാവിടെയും കുണ്ടും കുഴിയും. അതോടൊപ്പം തന്നെ തീരെ നടക്കാൻ പറ്റാത്ത, വേനൽക്കാലം തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വർഷത്തിൽ പിന്നെ ചളിയും ഇതായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയായാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അധ്യയന വർഷത്തെ മികവുറ്റ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ മികവുത്സവ പ്രദർശനം നടന്നു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. അധ്യയന വർഷത്തെ മികവുറ്റ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് സ്കൂളിൽ മികവുത്സവ പ്രദർശനമൊരുക്കി. വിദ്യാഭ്യാസ, കലാ, കായിക, സാഹിത്യ, ശാസ്ത്ര മേഖലകളിൽ കുട്ടികൾ നേടിയ നേട്ടങ്ങളും അവർ തന്നെ തയ്യാറാക്കിയ വിവിധ കയ്യെഴുത്ത് മാസികകളും മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രൊജക്ടുകളും പ്രദർശനത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് ഒരുക്കിയിരുന്നത്. ഈ അധ്യയന വർഷത്തിൽ ഇതുവരെ നടത്തിയ വ്യത്യസ്തങ്ങളായ ദിനാഘോഷങ്ങളുടെ ലാമിനേറ്റ് ചെയ്ത ചിത്രങ്ങളും പത്രത്താളുകളിൽ വന്ന വാർത്തകളും ചിത്രങ്ങളും കുട്ടികളുടെ കരവിരുതിൽ വിരിഞ്ഞ നിരവധി രൂപങ്ങൾ, ചരിത്ര സംബന്ധമായ രേഖകൾ, അവയിൽ തന്നെ പഴയകാല നാണയങ്ങൾ, ഏറ്റവും പുതിയ നാണയങ്ങൾ, രൂപകൾ എന്നിവയുടെ പ്രദർശനവും കുട്ടികളെയും രക്ഷിതാക്കളെയും ഏറെ ആകർഷിച്ചു. സ്കൂൾ ഹാളിൽ ഒരുക്കിയ പ്രദർശനം കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ രീതിയിലും മക്കളുടെ കരകൗശല ബിരുദ പ്രകടമാക്കാൻ മികവുത്സവം ഉറപ്പായും സംവിധാനമാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അധ്യാപകരെല്ലാവരും ഞാൻ അനുമോദിക്കുകയാണ്. നല്ല തികഞ്ഞ പ്രതിഭയുള്ള കുട്ടികൾ ഉറപ്പായും നമുക്കിവിടെ ഉണ്ട് എന്നൊരു തെളിവാണിത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി എത്ര ശോഭനമാണെന്ന് ഇവിടെ കാണുകയാണ്. PTA വൈസ് പ്രസിഡന്റ് VM ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, മുൻ DEO P മോഹനൻ, ഹെൻറിത്ത ജോൺ, T ജിതേഷ് എന്നിവർ സംസാരിച്ചു. NW ഷേർലി, K സീത, വിൽസൺ ആംബ്രോസ്, PK അഷ്റഫ് എന്നീ അധ്യാപകരും വിദ്യാർത്ഥികളായ ശ്യാം സുന്ദർ, T സങ്കീർത്ത്, N ക്രിസ്തുദാസ് എന്നിവരും പ്രദർശനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. AG ഗ്രൂപ്പിന് ബസ് സർവീസിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് നൽകി. AKPAയും AG ആനിയോടൻ ഗ്രൂപ്പും സംയുക്തമായാണ് തുക കൈമാറിയത്. പയ്യന്നൂരിലെത്തിയ ബസിന് AKPA പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സ്വീകരണം നൽകി. തുടർന്ന് അംഗങ്ങൾ യാത്രക്കാർക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തു. തൃക്കരിപ്പൂർ രാമവില്യം കഴകം ക്ഷേത്രമുറ്റം കരിങ്കൽപ്പടുതലിന് തുടക്കമായി. 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്ഥലം കരിങ്കല്ല് പാകുന്നതിന് കർണാടകയിലുള്ള 10ഓളം തൊഴിലാളികളാണ് നേതൃത്വം നൽകുന്നത്. കഴകം ജനറൽ ബോഡി യോഗം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേവളത്തമ്പു ചെയർമാനും N സുകുമാരൻ കൺവീനറും കഴകം പ്രസിഡന്റ് AV പത്മനാഭൻ നേതൃത്വവും നൽകുന്ന കമ്മിറ്റിയാണ് പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ശ്രീ രാമവില്യം കഴകം ക്ഷേത്രം മതിലിനകം മൂടി പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുഴുവൻ സ്ഥലവും കരിങ്കല്ല് പാകി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി ഏകദേശം പകുതിയോളമായി കഴിഞ്ഞു. കർണാടകത്തിലുള്ള 10ഓളം തൊഴിലാളികളാണ് ഇപ്പോൾ ഈ പണി ജോലി ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 2016-17 വർഷത്തെ ആനുവൽ വർക്ക് പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വലിയപറമ്പ് പഞ്ചായത്തിലെ സ്കൂൾ പ്രധാനാധ്യാപകരുടെ യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. 2016-17 വർഷത്തെ ആനുവൽ വർക്ക് പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് വലിയപറമ്പ പഞ്ചായത്തിലെ സ്കൂളുകളുടെ PS ലെവൽ കൺസോളിഡേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. വലിയപറമ്പ പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. TV രവീന്ദ്രൻ മാസ്റ്റർ, മാധവൻ K, സുജാത K എന്നിവർ സംസാരിച്ചു. DRC ട്രെയിനർ സുജാത പദ്ധതി വിശദീകരിച്ചു. 9ഓളം സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാട്ടുകൂട്ടായ്മയിൽ കളിയാട്ട മഹോത്സവവും പ്രതിഷ്ഠാകർമ്മവും 32 വർഷങ്ങൾക്കു ശേഷം കണ്ടോത്ത് മുണ്ടവളപ്പ് പാലയിൽ കീഴിൽ ശ്രീ കക്കറ ഭഗവതി ക്ഷേത്രത്തിലാണ് ജനുവരി 19 മുതൽ 23 വരെ കളിയാട്ടം നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നാട്ടുകൂട്ടായ്മയിൽ ക്ഷേത്രത്തിനായി പള്ളിയറകൾ നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവവും. ഇവിടെ കണ്ടോത്ത് മുണ്ടവളപ്പ് പാലയിൻ കീഴിൽ ശ്രീ കക്കര ഭഗവതി ക്ഷേത്രത്തിലാണ്
ജനുവരി 19 മുതൽ 23 വരെ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നിലവിലുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്ന പാലമരം നശിച്ചതോടെയാണ് ഇവിടെ പള്ളിയറകൾ നിർമ്മിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് 32 വർഷത്തോളമായി കളിയാട്ട മഹോത്സവം ഇവിടെ നടത്തി വരുന്നത്. ജനുവരി 19 വൈകിട്ട് 3 മണിക്ക് പങ്കടം ശ്രീ നീലങ്കൈ ഭഗവതി കഴകത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. ജനുവരി 20 ബുധനാഴ്ച ഗണപതി ഹോമം, നിദ്രകലശ പൂജ, ജീവകലശ പൂജ എന്നിവ നടക്കും. 21 രാവിലെ 8:28 മുതൽ പ്രതിഷ്ഠാകർമ്മം നടക്കും. തുടർന്ന് ഉച്ചക്ക് അന്നദാനവും ഉണ്ടാകും. രാത്രി സാംസ്കാരിക സദസ്സും ആദരിക്കൽ ചടങ്ങും പ്രശസ്ത സിനിമാ നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി മുഖ്യപ്രഭാഷണവും നടത്തും. 22 രാത്രി 8 മണിക്ക് ഇത് ദൈവഗീതം നാടകവും ഉണ്ടാകും. കളിയാട്ടത്തിന്റെ ഭാഗമായി 22, 23 തീയതികളിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ, കൺവീനർ കെ മോഹനൻ, പ്രസിഡന്റ് ടി പത്മനാഭൻ, സെക്രട്ടറി പി ബാലചന്ദ്രൻ, കെ പി ഗോപാലൻ, ദിനേശൻ പി വി, ജഗദീശൻ ടി രാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ജനുവരി 24 മുതൽ 27 വരെ നടക്കുന്ന മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായാണ് കലവറ നിറക്കൽ വിളംബര ഘോഷയാത്ര നടത്തിയത്. പയ്യന്നൂർ കണ്ടമ്പത്ത് തറവാട്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങൾ മാറ്റുകൂട്ടി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കളിയാട്ട ദിവസങ്ങളിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും കരിമരുന്ന് പ്രയോഗവും നടക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പോലീസും പൊതുജനവും വെറും കാഴ്ചക്കാരായി. തിരുവനന്തപുരത്ത് വാഹനമിടിച്ച് അരമണിക്കൂറോളം റോഡിൽ കിടന്ന വൃദ്ധൻ ചോര വാർന്ന് മരിച്ചു. മനസാക്ഷിയില്ലാത്തവരാകുന്നുണ്ടോ മലയാളികൾ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. അയാൾക്ക് പല നൂലാമലകൾ കേസായാലും ആശുപത്രി അധികൃതരും അവരെ പെരടിക്കന്നിടുന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ആശുപത്രി അധികൃതരായാലും അതുപോലെ തന്നെ പോലീസായാലും കേസായാലും ഏത് കാര്യങ്ങളിലായാലും അതിനൊക്കെ ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ആളെ ശിക്ഷിക്കുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥക്ക് എല്ലാ കാര്യത്തിലും ഈ അവസ്ഥക്ക് ഇല്ലായ്മ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്ന് നമുക്ക് ഒന്ന് എല്ലാവരും ആലോചിക്കണം. അയാളുടെ ജീവൻ രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചിരുന്നെങ്കിൽ അയാളുടെ ജീവൻ അന്ന് ഇന്നലെ രക്ഷിക്കുമായിരുന്നു. അയാൾ പത്രത്തിൽ കൂടി അറിഞ്ഞു ഇങ്ങനെ ചോര വാർന്ന് ഇങ്ങനെ മരിച്ചു വന്നു. ഇങ്ങനെ സംഭവം കേരളത്തിൽ വളരെ ബോധമുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. ജനങ്ങളെല്ലാം വളരെ എല്ലാ ശ്രമങ്ങൾക്കും കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നവർ എല്ലാ പ്രവൃത്തികൾക്കും ഏത് ആയാലും ഇപ്പം അന്ന് ഇയാൾ നമ്മളെ ഓട്ടോ ഡ്രൈവർ അവിടെ ജീവൻ ബലിയർപ്പിച്ച കഥയെല്ലാം നമ്മൾ അറിയുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു റോഡിൽ ഒരാൾ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കുന്നതിന് പകരം അതിൻ്റെ ഫോട്ടോ എടുക്കാനും മൊബൈലിൽ പകർത്താനും അത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നതിലും ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു ജീവൻ റോഡിൽ കിടന്ന് പിടയുമ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഇന്നലെ തന്നെ നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം. ആ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ നോക്കി നിൽക്കെ അതൊരു മനുഷ്യജീവൻ റോഡിൽ കിടന്ന് പിടയുമ്പോഴും അതിനെ തിരിഞ്ഞു നോക്കാതെ റോഡിൽ വരുന്ന വണ്ടികളെ ട്രാഫിക്കുകളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ നിൽക്കുന്നു എന്ന് പറയുമ്പം തന്നെ നമ്മുടെ റോഡിൽ ഉണ്ടാവുന്ന അവരുടെ ആ ശ്രദ്ധ, ട്രാഫിക് പോലീസിൻ്റെ ആയാലും അവരുടെ ആ ശ്രദ്ധ അത്രയും മോശകരമായ രീതിയിലേക്ക് പോകുന്നത് വളരെ വളരെ നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ട് തന്നെ വരും.
സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. ഇനി അറിയിപ്പുകൾ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 2015-16 വർഷത്തെ നികുതി പിരിവ് ക്യാമ്പ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടത്തുന്നു. ജനുവരി 19 ചൊവ്വാഴ്ച രാമപുരം പിടച്ചി കൃഷ്ണന്റെ പിടികയിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നികുതി പിരിവ് നടക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ 2015-16 വർഷത്തെ കെട്ടിട നികുതി, ലൈസൻസ് ഫീസ്, തൊഴിൽ നികുതി എന്നിവ പിരിച്ചെടുക്കുന്നതിനുള്ള ക്യാമ്പുകൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തീയതികളിലായി നടത്തുന്നു. ജനുവരി 19 ചൊവ്വാഴ്ച മണ്ടൂർ വായനശാലയ്ക്ക് സമീപം 14, 11, 15 വാർഡുകളിലെ നികുതി പിരിവ് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നടക്കും. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണോദ്ഘാടനം ജനുവരി 19 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് P. കരുണാകരൻ MP നിർവഹിക്കും. തയ്യിൽ കുടുംബസംഗമം ജനുവരി 22 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കലായിലുള്ള തയ്യൽ തറവാട്ടിൽ വെച്ച് നടക്കും. കാങ്കോൾ ശ്രീ പെരുമലയൻ തറവാട് ദേവസ്ഥാനം പ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ജനുവരി 20, 21, 22 തീയതികളിൽ നടക്കും. പയ്യന്നൂർ മാവിച്ചേരി ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 24 മുതൽ 27 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബോംബാക്രമണം നടന്ന പയ്യന്നൂർ പോലീസ് ക്വാർട്ടേഴ്സ് മന്ത്രി KC ജോസഫ് സന്ദർശിച്ചു. പയ്യന്നൂർ താലൂക്കിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മന്ത്രി. രാജ്യത്തിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ സൈന്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതിൽ CRPF പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്ന് കേരള ഗവർണർ P. സദാശിവം. പറവൂർ ജംഗ്ഷനിൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ തുടർക്കഥയാകുന്നു. 1.5 മാസത്തിനുള്ളിൽ 2ൽ കൂടുതൽ തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. തീരദേശ സംരക്ഷണ നിയമം. വലിയപറമ്പ് പഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 3 പഞ്ചായത്തിൽ തീരദേശ ഹർത്താൽ. സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് നമ്മുടെ പൊതുകുളങ്ങൾ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.